ഗ്രീഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബോയൻ്റ് ഫോഴ്സ് എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ലെറ്റ്സ് അസസ് എന്ന ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സിമ്പിൾ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും PDF ഫോമിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആൻസർ എഴുതത്തില്ല, പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ PDF ആവശ്യമുള്ളവർ എന്ത് ചെയ്താൽ മതി, ടെലഗ്രാം വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി പറ്റാത്തവർ വാട്സാപ്പ് ചെയ്താൽ മതി, നമുക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇഫ് എൻ ഒബ്ജക്റ്റ് വെയ്റ്റ്സ് 0.2 കിലോഗ്രാം വെയിറ്റ് ഇൻ എയർ ആൻഡ് 0.19 കിലോഗ്രാം വെയിറ്റ് വെൻ ഫുള്ളി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ, വാട്ട് ഈസ് ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ വാട്ടർ? ഒബ്ജക്റ്റ് എയറിൽ നമ്മൾ മെഷർ ചെയ്തപ്പോൾ അത് 0.2 കിലോഗ്രാം വെയിറ്റ് ആയിരുന്നു. എന്നാൽ അതിന് നമ്മൾ എയറിൽ മെഷർ ചെയ്തപ്പോൾ എത്രയാണ്? 0.19 കിലോഗ്രാം വെയിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വെള്ളത്തിൽ നമ്മൾ ഇമേഴ്സ് ചെയ്തപ്പോൾ വെയിറ്റിനുണ്ടായ ലോസ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടിനും തമ്മിൽ കുറച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? 0.01 കിലോഗ്രാം വെയിറ്റ് ആണ് എന്ത് ഇവിടെ ഉണ്ടായ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. രണ്ട്, വാട്ട് ഈസ് ദ ബോയൻ്റ് ഫോഴ്സ് ഫെൽറ്റ്? നമുക്കറിയാം ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ലോസ് ഓഫ് വെയിറ്റിന് ഈക്വലാണ് അല്ലേ? എന്തിന് ഈക്വലാണ്? ലോസ് ഓഫ് വെയിറ്റിന് ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയായിരിക്കും? ബോയൻ്റ് ഫോഴ്സും 0.1 തന്നെ ആയിരിക്കും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, എ കോപ്പർ സ്പിയർ ആൻഡ് എൻ അയൺ സ്പിയർ ഓഫ് സെയിം ഡയമീറ്റർ ആർ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. ഈസ് ദ ബോയൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബോത്ത് ദ സെയിം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഡെൻസിറ്റി ഓഫ് കോപ്പർ 8900യും ഡെൻസിറ്റി ഓഫ് അയൺ എന്ന് പറയുന്നത് 7800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറയുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്? കോപ്പർ ആയാലും ശരി, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന അയൺ ആയാലും ശരി, രണ്ടും എന്താണ്? ഒരേ ഡയമീറ്റർ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? രണ്ടും എന്താണ്? ഒരേ ഡയമീറ്റർ ആണ്. അപ്പോൾ ഒരേ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇവരുടെ വോളിയം എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആണോ? അല്ലേ? സെയിം ആയിരിക്കും. അപ്പോൾ ഒരേ വോളിയത്തിലുള്ള രണ്ട് ഒബ്ജക്റ്റ് നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്താൽ രണ്ടിടത്തും ഉണ്ടാകുന്ന ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ഡെൻസിറ്റി വേരിയേഷൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം രണ്ടിൻ്റെയും വോളിയം എന്താണ്? സെയിം ആണ്. വോളിയം എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഈസ് ദ ബോയൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ബോത്ത് ദ സെയിം എന്ന് ചോദിച്ചാൽ യെസ് എന്നതാണ് ഉത്തരം. കാരണം എന്താണ്? ബോയൻ്റ് ഫോഴ്സ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ വോളിയത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇവിടെ ഡയമീറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ വോളിയവും സെയിം ആണ്. സോ സെയിം ബോയൻ്റ് ഫോഴ്സ് ആയിരിക്കും രണ്ടിടത്തും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, അപ്പോൾ ഇവിടെ ഡെൻസിറ്റി എന്നേക്കുന്നത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ റീസൺ ഫോർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. എ ടോയ് ബലൂൺ ഫിൽഡ് വിത്ത് ഹീലിയം ഗ്യാസ് റൈസസ് ഇൻ എയർ ആൻഡ് ബലൂൺ ഫിൽഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗോസ് ഡൗൺ. ഇപ്പോൾ രണ്ട് ബലൂണുണ്ട്. ഒന്നാമത്തെ ബലൂണിൽ നമ്മൾ നിറച്ചേക്കുന്നത് എന്തുവാണ്? ഹീലിയം ഗ്യാസ് ആണ്. അതെന്ത് ചെയ്യും? മുകളിലോട്ട് ഉയർന്നു പോകും. എന്നാൽ അതേപോലെ ഒരു ബലൂൺ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു? അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ അത് എന്ത് ചെയ്യും? താഴോട്ട് പോകും. അതായത് നമ്മളൊരു ബലൂൺ ഊതി വീർപ്പിച്ച് വിട്ടാൽ അത് താഴോട്ട് പോവുകയും, എന്നാൽ ഹീലിയം ഗ്യാസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അത് മുകളിലോട്ട് പോവുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് സാധനവും ഇരിക്കുന്നത് എവിടെയാണ്? എയറിലാണ് അല്ലേ? എവിടെയാണ്? വായുവിൽ അല്ലെങ്കിൽ എയറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഹീലിയം എന്ന് പറയുന്നത് എയറിനേക്കാളും ലൈറ്ററാണ്. ഓക്കെ, ഇതാണ് ലൈറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ എന്തുണ്ടാവും? മുകളിലോട്ട് ബോയൻ്റ് ഫോഴ്സ് ഉണ്ടാവും. അത് കാരണം അത് വരും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എയറിനേക്കാളും എന്താണ്? ഡെൻസറാണ്. നമ്മളറിയാം ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? ബോയൻ്റ് ഫോഴ്സ് മുകളിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതലായിരിക്കും താഴോട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂൺ എന്ത് ചെയ്യും? താഴോട്ട് പോകും. ഹീലിയം നിറച്ചത് മുകളിലോട്ടും പോകും. രണ്ടാമത്തെ ചോദ്യം, എ ഷിപ്പ് പ്ലഞ്ചസ് ലെസ് ഇൻ വാട്ടർ വെൻ ദ വെയിറ്റ് ഈസ് അപ്പ് അൺലോഡഡ് അറ്റ് ദ പോർട്ട്. അതായത് ഒരു കപ്പൽ നമ്മളതിൻ്റെ വെയിറ്റ് അൺലോഡ് ചെയ്യുമ്പോൾ, വെയിറ്റ് എടുത്ത് മാറ്റുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യുന്നു? വെള്ളത്തിലേക്ക് മുങ്ങി നിൽക്കുന്നതിൻ്റെ അളവ് കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെള്ളത്തിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. വെയിറ്റ് ഉള്ളപ്പോൾ കപ്പൽ കുറച്ച് അധിക ദൂരം മുങ്ങി നിൽക്കും. എന്നാൽ അതിൽ നിന്ന് വെയിറ്റ് മാറുമ്പോഴത്തേക്കും മുങ്ങി നിൽക്കുന്നതിൻ്റെ അളവ് കുറയും. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്? സിമ്പിളാണ് ഉത്തരം. എന്താണ്? ലോഡ് ചെയ്തിട്ടുള്ള ഷിപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ബോയൻ്റ് ഫോഴ്സ് കൊടുക്കുന്നത് രണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഈ ഷിപ്പിലായാലും വെയിറ്റ് ഉള്ളതിലായാലും വെയിറ്റ് ഇല്ലാത്തതിലായാലും കൊടുക്കുന്ന ബോയൻ്റ് ഫോഴ്സ് എന്താണ്?
സെയിം വാട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും, വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ താഴ്ന്ന് നിൽക്കും. ഇവിടുന്ന് വെയിറ്റ് നമ്മൾ റിമൂവ് ചെയ്ത കാരണം എന്ത് പറ്റും, ഇവിടെ കുറച്ചുകൂടെ നെറ്റ് ഫോഴ്സ് അല്ലെ നമ്മൾ വടവലിക്കുന്ന പോലെ ഇവിടെ താഴോട്ട് നല്ല ഫോഴ്സ് ഉണ്ട് അല്ലേ, മുകളിലോട്ടുള്ള ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അത് കുറേ മുങ്ങി നിൽക്കും. ഇവിടെ എത്തുമ്പോൾ എന്ത് പറ്റും, വെയിറ്റ് കുറവായതുകൊണ്ട് താഴോട്ടുള്ള ഫോഴ്സ് കുറവാണ്, സോ മുകളിലോട്ടുള്ള ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്ത് ചെയ്യും, പൊങ്ങി നിൽക്കും. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമ്മൾ പഠിച്ച കാര്യം. ഓക്കെ, പിന്നെ ആൻസർ ഞാൻ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, PDF നോട്ട് കിട്ടും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ The use of life jacket in boat is mandatory. Explain it in terms of buoyant force. എന്തിനാണ് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ നോർമലി നമ്മൾ വെള്ളത്തിലോട്ട് വന്ന് വീഴുകയാണെങ്കിൽ നീന്താൻ അറിയാത്ത ഒരാൾ എന്ത് ചെയ്യും, താഴോട്ട് മുങ്ങിപ്പോവും. എന്നാൽ ഈ പറയുന്ന ആൾ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലൈറ്ററായിട്ടുള്ള തെർമോക്കോൾ പോലത്തെ സാധനം വെച്ചിട്ടാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമ്മുടെ മൊത്തത്തിലുള്ള വോളിയത്തിനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നമ്മളെ വെയിറ്റ് കൂട്ടാതെ തന്നെ, നമ്മുടെ വെയിറ്റിനെ കൂട്ടാതെ, അധികം വെയിറ്റിനെ കൂട്ടാതെ എന്ത് ചെയ്യും, വോളിയത്തിനെ കൂട്ടും. നമുക്കറിയാം വോളിയം കൂടുമ്പോൾ അവിടുത്തെ ബോയിൻ്റ് ഫോഴ്സ് കൂടും. അപ്പോൾ ആ ബോയിൻ്റ് ഫോഴ്സ് കൂടുന്ന കാരണം നമ്മളെ മുകളിലോട്ട് പൊക്കി നിർത്താനുള്ളൊരു ഫോഴ്സ് ആർക്ക് കിട്ടും, വെള്ളത്തിന് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. 5ാമത്തെ ചോദ്യം, ദ ഡെൻസിറ്റി ഓഫ് സാച്ചുറേറ്റഡ് സോൾട്ട് വാട്ടർ ഈസ് 1025 kg/m³. കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് ഡെൻസിറ്റി. സിമ്പിളാണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് എത്രയാണ്, അത് 1025 ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, അത് എത്രയാണ്, 1000 ആണ്. 3 സ്ഥാനം മാറുമ്പോൾ 1.025 വിത്തൗട്ട് എനി യൂണിറ്റ് ആണ് എന്താ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. 6ാമത്തെ ചോദ്യം, ദ ഇല്ലസ്ട്രേഷൻ ഷോസ് ഹൗ ആൻ ഒബ്ജക്റ്റ് ഈസ് സസ്പെൻഡഡ് ഇൻ എയർ ആൻഡ് ഡിപ്ഡ് ഇൻ എ ലിക്വിഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് യൂസിങ് സ്പ്രിംഗ് ബാലൻസ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ ബോയിൻ്റ് ഫോഴ്സ് ഇൻ ഫിഗർ 2 and 3? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 50 ന്യൂട്ടൺ വെയിറ്റ് വരുന്നൊരു ഒബ്ജക്റ്റിനെ എയറിൽ വെച്ചിട്ടപ്പോൾ അത് 50 ന്യൂട്ടൺ കാണിച്ചു, വെള്ളത്തിൽ പകുതി മുക്കിയപ്പോൾ 40 ന്യൂട്ടൺ കാണിച്ചു, കംപ്ലീറ്റ് ആയിട്ട് മുക്കിയപ്പോൾ 30 ന്യൂട്ടൺ കാണിച്ചു. 1ാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് 2ാമത്തെയും 3ാമത്തെയും ഫിഗറിൽ എന്തുകൊണ്ടാണ് വെയിറ്റ് വ്യത്യാസം വന്നത്. സിമ്പിളാണ്. ഫിഗർ 2 നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫിഗർ 2ൽ എന്താണ്, പാർഷ്യലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമേഴ്സ് ചെയ്തിട്ടുള്ളത്. പാർഷ്യലി ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബോയിൻ്റ് ഫോഴ്സ് എന്താണ്, കുറവാണ്. അതുകൊണ്ട് വെയിറ്റ് എന്ത് ചെയ്യുന്നു, 40 ന്യൂട്ടൺ കാണിക്കുന്നു. എന്നാൽ 3ാമത്തെ ഫിഗർ നോക്കിയപ്പോഴത്തേക്കും ഒബ്ജക്റ്റ് എന്താണ്, അത് കംപ്ലീറ്റ് ആയിട്ടാണ് ഇമേഴ്സ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഇമേഴ്സ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ വോളിയത്തിലുള്ള അത്രയും വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടാകും, ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത്രത്തോളം എന്തും ഉണ്ടാകും, ബോയിൻ്റ് ഫോഴ്സും ഉണ്ടാകും. അതുകൊണ്ട് വെയിറ്റ് എത്രയായിട്ട് കാണിച്ചു, 30 ന്യൂട്ടൺ ആയിട്ട് കാണിച്ചു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദ സ്പ്രിംഗ് ബാലൻസ് ഇൻ ദ ഫിഗർ 4? വൈ? 4ാമത്തെ ഫിഗർ നോക്കുമ്പോൾ നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് എത്ര കാണിക്കുന്നതാണ്, ഉത്തരം എത്ര തന്നെയാണ്, 30 ന്യൂട്ടൺ തന്നെയാണ്. കാരണം ഇവിടെ വെച്ച് ഫിഗർ 3ൽ വെച്ച് തന്നെ ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് താഴ്ത്തിയാലോ സൈഡിലോട്ട് നീക്കിയാലോ ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡിന് ഈക്വലാണ്. ഓക്കെ, അതിപ്പോൾ താഴോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലും കൂടുതൽ വെള്ളമൊന്നും ഡിസ്പ്ലേസ് ആവില്ലല്ലോ, അതിൻ്റെ വോളിയത്തിലുള്ള അത്രയും ഡിസ്പ്ലേസ് ആവുള്ളൂ. സോ ആദ്യം കൊടുത്ത ഫിഗർ 3ൽ കൊടുത്ത ബോയിൻ്റ് ഫോഴ്സ് തന്നെ കിട്ടുകയുള്ളൂ. അതിപ്പോൾ 4ലായാലും ശരി, ഇനി വലത്തോട്ട് നീക്കിയാലും ഇടത്തോട്ട് നീക്കിയാലും വലിയ മാറ്റമൊന്നും ഇല്ലാത്തില്ല. ബോയിൻ്റ് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഡെപ്ത്, ഇറ്റ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അടുത്ത 7ാമത്തെ ചോദ്യം, ആൻ ഒബ്ജക്റ്റ് വെയിങ് 800 ന്യൂട്ടൺ ഇൻ എയർ ഫ്ലോട്ട് ഓൺ വാട്ടർ. അതായത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ആ ഒബ്ജക്റ്റ് നമ്മൾ എയറിൽ വെച്ച് അതിനെ മെഷർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 800 ന്യൂട്ടൺ ആണ്. അതിന് ഞാൻ വെള്ളത്തിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഫ്ലോട്ട് ഓൺ വാട്ടർ. അതെന്ത് ചെയ്യും, വെള്ളത്തിൽ മുങ്ങത്തില്ല, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഇൻ വാട്ടർ? അങ്ങനെയാണെങ്കിൽ വെള്ളത്തിലുള്ളതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും 0 ആണെന്ന്. കാരണം വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് കൊടുക്കുകയാണെങ്കിൽ ആ സ്പ്രിംഗ് ബാലൻസിൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല. സോ വെയിറ്റ് എത്ര തന്നെ കാണിക്കും, 0 കാണിക്കും. കാരണം എന്താ,
താഴെ നിന്ന് ബോയിൻ്റ് ഫോഴ്സ് ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് അത്രയും ഈക്വലായ ഫോഴ്സ് മുകളിലോട്ട് കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആര് കൊടുക്കുകയാണ്? താഴെ നിന്ന് ബോയിൻ്റ് ഫോഴ്സ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഒബ്ജക്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ വെയിറ്റിന് ഈക്വൽ താഴെ കൊടുത്താൽ അത് ബാലൻസ്ഡ് ഫോഴ്സായി. പിന്നെ അവിടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അടുത്ത് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ? എത്ര വെള്ളം ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും? അതും 0 തന്നെ ആയിരിക്കും. കാരണം മുങ്ങിക്കഴിഞ്ഞാലല്ലേ എന്ത് ചെയ്യത്തുള്ളൂ? വെള്ളം ഡിസ്പ്ലേസ് ചെയ്യത്തുള്ളൂ. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു എന്നല്ലേ പറയുന്നത്. പാർഷ്യലി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിൻ്റെ അളവ് എന്തായിരിക്കും? 0 ആയിരിക്കും. 7 ചോദ്യങ്ങളേ ഉള്ളൂ. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എക്സാമൊക്കെ വരാറായി. അതായത് നന്നായിട്ട് പഠിക്കുക. റിവിഷൻ ക്ലാസ്സുകളുടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ വാട്സാപ്പിലോ ടെലഗ്രാമിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.